സുഖമാണെന്ന് വിശ്വസിക്കുന്നു. യദുവൻ്റെ അച്ചമ്മ വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനങ്ങനെ വീഡിയോ ഒന്നും ഇടാറില്ല കേട്ടോ. പിന്നെ ചില കാരണങ്ങളാലാണ്. എന്നാലും ഇന്നൊരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് വീട്ടിലെ വിശേഷങ്ങൾ. എനിക്കിന്ന് കറി വയ്ക്കാൻ കിട്ടിയിരിക്കുന്ന മീനാണ് ചളി നെത്തോലി. ഞാൻ എന്തായാലും ഈ നെത്തോലി മീനിന് ഞാൻ ഇന്നൊരു അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. നെത്തോലി മീൻ കൊണ്ടൊരവിയൽ. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ശരി, നമുക്ക് എങ്ങനെയാണ് ഞാൻ അവിയൽ ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമ്മുടെ അവിയലിന് വേണ്ടിയിട്ട് നെത്തോലി മീനെല്ലാം കുളിച്ചൊരുങ്ങി നല്ല അഴുക്കെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തിരിക്കുകയാണ്. അവിയലിന് എന്തൊക്കെ ചേർക്കുകയാണെന്ന് നോക്കണ്ടേ. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് മാത്രമേ ഉള്ളൂ. നമുക്കിതിൽ വേണമെങ്കിൽ ടൊമാറ്റോ ചേർക്കാം, മാങ്ങ, ഈ പുളിഞ്ചിക്ക, മുരിങ്ങക്കായ്, ഇത് ഇത്രയും ചേർക്കാം. പക്ഷേ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറും പച്ചമുളക് മാത്രമേ ഇന്ന് അവിയലിന് ചേർക്കുന്നുള്ളൂ. ഇച്ചിരി വാളംപുളിയാണ് കുതിർന്നതിന് വേണ്ടി വെള്ളത്തിലിട്ടിരിക്കുന്നത്. കുടംപുളിയല്ല, വാളംപുളിയാണ് ഇതിനെടുത്തിട്ടുള്ളത്. അരയ്ക്കുന്നതിന് വേണ്ടി കുറച്ച് തേങ്ങ, കൊച്ചുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. പച്ചമുളകിൻ്റെ എരിവുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഇത്രയും ഞാൻ മിക്സിയിൽ വെച്ചൊന്ന് ഒതുക്കി എടുത്തിട്ട് നെത്തോലി അവിയൽ റെഡിയാക്കുന്നതാണ്. അങ്ങനെ ആ അരപ്പെല്ലാം മിക്സിയിൽ വെച്ചൊന്ന് ഒതുക്കിയെടുത്ത് വാളംപുളിയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ചു. ഇതിന് നല്ല വറ്റി കുറുകി വരണം. കുറുകി വന്ന് വറ്റണം. അവിയൽ പോലെ, നമ്മുടെ അവിയൽ പോലെ വറ്റി വരുമ്പോഴേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് വാങ്ങാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ വീഡിയോയിൽ വരാതിരുന്നപ്പോഴും പലരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഉദാഹരണം സോപ്രിയ, ലതിക, ആനാവൂരിൽ ലതിക, സോപ്രിയ, ജയ വെറൈറ്റി വ്ലോഗ്സിലെ ജയ. ഒരു ദിവസം ഞാൻ ജയയുടെ ലൈവിൽ കയറി. അപ്പോഴാണ് ജയ ചോദിച്ചത്, മേലായിയൊക്കെ മാറിയെങ്കിൽ വ്ലോഗിൽ വാ ചേച്ചി, ചേച്ചി വയ്ക്കുന്ന രീതിയിലുള്ള മീൻകറി എനിക്ക് ചേട്ടനൊക്കെ വലിയ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി. വീണ്ടും വരാൻ തോന്നും. ഇങ്ങനെയുള്ള നിങ്ങളൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ വരാൻ തോന്നും. പക്ഷേ വേറെ പല തടസ്സങ്ങളുള്ളതുകൊണ്ട് വരാതിരിക്കാനും. എൻ്റെ മീൻകറി ഇവിടെ ഇരുന്ന് റെഡിയാകട്ടെ. അങ്ങനെ മീൻ അവിയൽ റെഡിയായി. ഇതും ചോറും മാത്രമാണ് എൻ്റെ ഇന്നത്തെ ഉച്ചയൂണ്. അച്ചാറും തൈരുമൊക്കെ ഉണ്ട്, അതൊന്നും വേണ്ട. ഇത് മാത്രമല്ല, ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. മീൻ അവിയൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്നിരുന്ന് അറ്റിയതിന് ശേഷം ഞാൻ വാങ്ങും. ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടത് വളരെ സന്തോഷം. ഇനി അടുത്തൊരു ഇതുപോലുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.